മതമല്ല പ്രശ്നം എന്ന് പറയുകയും എന്നാൽ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ഷാജിയെ പോലെയുള്ള ആളുകളുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ മുന്നിൽ മുന്നോട്ട് പോകുകയല്ലേ? 1967 EMS മന്ത്രിസഭയിൽ അന്ന് യുണൈറ്റഡ് ഫ്രണ്ടിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനെ ആദ്യമായിട്ട് അധികാരത്തിലെടുത്തത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് 1969 മലപ്പുറം ജില്ല മതാടിസ്ഥാനത്തിൽ രൂപീകരിച്ചു കൊടുത്തത്. സുലൈമാൻ സേട്ടു സാഹിബിന്റെ INL-നെ ഈ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ തീവ്രതയുള്ള മുസ്ലിം ലീഗിനെ ഇപ്പോഴും മടിയിലിരുത്തിക്കൊണ്ടാണ് ഇവിടെ വർഗീയമായിട്ടുള്ള കാർഡ് ഇറക്കിക്കൊണ്ട് ഹിന്ദു ജനസാമാന്യത്തിന്റെയും ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെയും വോട്ട് കിട്ടാൻ വേണ്ടി ഒരു മന്ത്രി തന്നെ മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്, അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിച്ചത്. 1996 മുതൽ 2006 വരെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ സിലബസ് കമ്മിറ്റിയിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളെ മെമ്പർമാരാക്കി വെച്ചതും 700 കോടിയോളം ജനസംഖ്യയുള്ള ഈ ലോകത്ത് സദ്ദാം ഹുസൈനെ വധിച്ചപ്പോൾ ഒരൊറ്റ സ്ഥലത്ത് പോലും ഹർത്താൽ ഉണ്ടായില്ല. ഈ കേരളത്തിൽ മാത്രമാണ് ഹർത്താൽ ഉണ്ടാക്കിയത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. പൊന്നാനിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ അന്ന് നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് ഹുസൈൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കാൻ, അബ്ദുൽ നാസർ മദനിയുടെ പടം വെച്ച് പോസ്റ്റർ അടിക്കാൻ, അതിന് പ്രചരണം കൊടുക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഓർക്കണം.